ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ കലാലയത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ക്ഷണിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഔപചാരിക ഉദ്ഘാടന ഭദ്രദീപം കുളത്തിൽ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KU ജിനീഷ് കുമാർ, പ്രിയങ്കരിയായിട്ടുള്ള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാന്യരെ സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ നാടിന് സമർപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വാഗത ഗാനവും നൃത്തവും കണ്ട് ആസ്വദിച്ച ശേഷമാണ് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നത്. ഡാൻസിൽ പങ്കെടുത്ത കുട്ടികളെയും അതിനെ തയ്യാറാക്കിയ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ അത്യുജ്വലമായിട്ടുള്ളൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ നിന്ന് കേരളത്തിലെത്തിക്ക് വന്ന മന്ത്രി ആലപ്പുഴയിൽ പ്രസ്താവിച്ചു, ഞാൻ അത്ഭുതപ്പെടുകയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം. എന്റെ സംസ്ഥാനത്ത് നടക്കുന്നില്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നടക്കുന്നില്ല. ഞാൻ കേരള ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നുവെന്നാണ് കോൺഗ്രസുകാരനായിട്ടുള്ള കർണാടകത്തിലെ ഒരു മന്ത്രി കേരളത്തിൽ വന്ന് പ്രസ്താവിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. കോൺഗ്രസുകാർ കേരള ഗവൺമെന്റിനെതിരായി പറയുന്നതിന് വേണ്ടിയാണ് ആ മന്ത്രിയെ കൊണ്ടുവന്നത്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ സത്യം തുറന്നു പറയേണ്ടി ആ മന്ത്രിക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ 115 വർഷത്തെ സമ്പന്നമായ ചരിത്രവുമായാണ് മലയാലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ ഇന്നൊരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. കാലപ്പഴക്കം കൊണ്ട് ദുരവസ്ഥയിലായിരുന്ന സ്കൂളിന് പുതിയ ശോഭയും ഉറച്ച അടിസ്ഥാനവും നൽകുവാൻ പഞ്ചായത്തും നമ്മുടെ MLAയും തയ്യാറായി എന്നത് മഹത്തായ കാര്യം തന്നെയാണ്. ഈ ഇരുനിലയുള്ള മനോഹരമായ കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച കോന്നിയിലെ MLA ഞാൻ അങ്ങേറ്റം അഭിനന്ദിക്കുവാൻ, ജനീഷ് കുമാറിനെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 1,20,00,000 രൂപയും 80 ലക്ഷം രൂപയും ഒരുമിച്ച് ചേർന്നാണ് ഈ നേട്ടം സാധ്യമാക്കിയത്. ഇവിടെ എന്റെ പ്രായത്തിൽപ്പെട്ടവരും ഒക്കെ ഉള്ള ആൾക്കാർ ചിന്തിച്ചു നോക്കണം. ഒരു സ്കൂൾ കെട്ടിടത്തിന് വേണ്ടി 10 ലക്ഷം രൂപ കിട്ടിയ കാലഘട്ടം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയാണ് 2 കോടിയും 3 കോടിയും 4 കോടിയും. ഇതേപോലുള്ള അമ്പരചുംബികളായിട്ടുള്ള ഘട്ടങ്ങൾ 4 എണ്ണമാണ് ഇന്ന് ഈ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് ഈ മണ്ഡലത്തിന്റെ ചരിത്രമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണമെന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി കുട്ടികൾക്ക് പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം, ഇനി എല്ലാ കാര്യങ്ങളും ടീച്ചർമാരെ ഏൽപ്പിക്കുകയാണ്. അധ്യാപകർ നമ്മുടെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണണം. അവരുടെ എല്ലാ കാര്യങ്ങളിലും ടീച്ചർമാർ ഇടപെടണം.
അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും അധികം കൊച്ചുകുട്ടികൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ടീച്ചർമാരെയാണ്. ആ കാര്യം നല്ല ബോധം ടീച്ചർമാർക്ക് ഉണ്ടാവണോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കുട്ടികളുടെ പഠന പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാർ രക്ഷകർത്താക്കളെ അറിയിക്കണം. നമ്മുടെ വിദ്യാർത്ഥിയുടെ വളർച്ച രക്ഷിതാക്കൾ നിരീക്ഷിക്കണം. അധ്യാപകരുടെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ദേശീയ തലത്തിലുള്ള നാസ് പരാഗ് പരീക്ഷയിൽ, നാസ് പരാഗ് പരീക്ഷ എന്ന് വെച്ചാൽ ഇന്ത്യ ഒട്ടാകെയുള്ള സ്കൂളുകൾ നടത്തിയ പരീക്ഷയിൽ കേരളം നേടിയ ഉജ്ജ്വല വിജയമാണ്. ഇന്ത്യയിൽ 2ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 1ാം സ്ഥാനം പഞ്ചാബാണ്. കേരള സംസ്ഥാനത്തിന് നൽകേണ്ട ന്യായമായ ഒരു സഹായവും കേന്ദ്ര ഗവൺമെന്റ് നൽകിയില്ലെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇന്ന് 2ാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനം നിൽക്കുകയാണ്. അത് നമ്മുടെ അധ്യാപകരുടെ കരുത്തിന്റെയും സമൂഹത്തിന്റെ അർപ്പണബോധത്തിന്റെയും സേവനത്തിന്റെയും തെളിവാണ്. മലാലപ്പുഴ സ്കൂളിലെ ഈ പുതിയ സംരംഭം സ്കൂളുകളും കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ കൂടുതൽ ശക്തി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കുട്ടികൾക്ക് ആഘോഷ ദിവസങ്ങളിൽ കളർ ഡ്രസ് ധരിക്കുവാൻ അവസരം നൽകുന്ന പദ്ധതിയും അവരുടെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും ഉണർവ് നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു മോൻ എനിക്കൊരു കത്തെഴുതി തന്നു. ഞങ്ങൾക്ക് ഓണത്തിനും ക്രിസ്മസിനും റംസാനും കളർ ഡ്രസ് ഇടണമെന്ന് പറഞ്ഞു. ആ വേദിയിൽ വെച്ച് തന്നെ ഞാൻ വാക്കാലുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചു. ഈ ദിവസങ്ങളിൽ കുട്ടികൾക്ക് കളർ ഡ്രസ് ഇടുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് നൽകുകയാണ് എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചു. ഇതെല്ലാം കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. അതുപോലെ വിനോദയാത്ര, നമ്മുടെ ഒരു സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്രയ്ക്ക് പോകുന്നിരിക്കട്ടെ, 5 കുട്ടികൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല, പൈസയില്ല. മറ്റു കുട്ടികളെയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂല. 5 കുട്ടികളെ ഒറ്റയ്ക്കാക്കി വിഷമിച്ച ശേഷം നിങ്ങൾ ആരും വിനോദയാത്രയ്ക്ക് പോകണ്ട. പോകുന്നെങ്കിൽ മുഴുവൻ കുട്ടികളെയും കൊണ്ട് വിനോദയാത്രയ്ക്ക് പോയാൽ മതി എന്നുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിന്റെ ഭാഗമായി രക്ഷകർത്താക്കൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ഉച്ചഭക്ഷണത്തിന്റെ കാര്യത്തിൽ സഹായിക്കണം. നല്ല പോഷകാഹാര പരിപാടി ഉച്ചഭക്ഷണമാണ് ഇപ്പം നൽകുന്നത്. അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ തന്നെ നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.